ഞാൻ പിന്നെ എല്ലാത്തിനും വിളിച്ച് വൈഡി വാ കാണാൻ വിളിച്ച് ഞാൻ പോകുമ്പോ അലക്സേട്ടൻ അവിടെ തിരിച്ചു പോയി. കോയമ്പത്തൂർ ഷൂട്ടുണ്ട് കുറച്ചാള്. അപ്പൊ അവിടെ എന്നെ അറിയില്ലല്ലായിരിക്കും. അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുമ്പോ ഞാൻ കടയിലൊക്കെ ഇങ്ങനെ പോയി ചെന്ന് മേടിക്കുമ്പോ എല്ലാരും ഇങ്ങനെ നോക്കും. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ അവര് കണ്ടുപിടിക്കും. ഒരു സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ എന്നെ മൊത്തം നോക്കിയിട്ട് സാരില്ല അത് മാറിക്കോളോട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടനോട് അഭിനയിക്കണേ തുടരും. അപ്പൊ എനിക്ക് ടെൻഷൻ കാരണം ഇവനെയും കൂട്ടിക്കൊണ്ട് പോയത്. ആദ്യം വരുന്ന സമയത്ത് പൈസ കൊടുക്കുന്നു, പുള്ളി തിരിഞ്ഞു പോകുമ്പോൾ ഒരു നോട്ടം നോക്കണ്ട, അത് സ്ക്രിപ്റ്റിലുണ്ട്. പക്ഷെ ഓട്ടോ കയറിയിട്ട് വീണ്ടും ഒരു കുഞ്ഞൊരു നോട്ടം നോക്കുന്നുണ്ട്, അത് സ്ക്രിപ്റ്റിലില്ല. എനിക്ക് പറയാനറിയില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇറ്റ്സ് എ ഫീലിംഗ്. അശോക് മകനെ അഖിൽ എനക്കിത് പാക്കണു, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്റ്റാർ ഒരു എങ്ങനെ ചെയ്യും ഇത്, എങ്ങനെ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്രാമത്തെ ഡ്രാഫ്റ്റിലാണ് ഇത്? കറക്റ്റ് ഈ ഒരു പക്കാ സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഡ്രാഫ്റ്റില്ല, കണക്കില്ല. എനിക്ക് അവാർഡ് കിട്ടി എന്തായാലും. എനിക്ക് എന്റെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് പോലെ എനിക്കൊരു അവാർഡ് കിട്ടിയ പടം കഴിഞ്ഞ അച്ഛൻ ഇറങ്ങിയപ്പോ അവരവരായിട്ട് തന്നെ നിന്നാ മതി, റെസ്പെക്ട് ചെയ്യാ, അതൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മളെക്കാളും സ്പെഷ്യലാണ് അവര്. എല്ലാ ക്യാരക്ടറോടും നമ്മൾ 100% ഇട്ടിട്ടാ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ പാളിപ്പോവും. നമ്മൾ ഉദ്ദേശിച്ചായിരിക്കില്ല വർക്ക് ആവുന്നത്, ചിലത് വർക്ക് ആവും. വിറ്റ്ലിഗോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈറ്റ് പാച്ച് ഇൻ യുവർ സോൾ. ബോഡി അല്ല, സോൾ. ഷെബിൻ ബേക്കർ പ്രൊഡക്ഷൻസ്, മൂവിംഗ് നറേറ്റീവ്സ് മഹേഷ് നാരായണന്റെ, അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്യുന്ന തലവരുടെ പ്രൊമോഷൻ സൈറ്റിലാണ് നമ്മൾ. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അർജുനോട് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ സംവിധായകൻ. എന്നാ പണി വെച്ചിരിക്കേ, എന്നാ പെർഫോമൻസ്, ഇങ്ങനെ ഞാൻ പറയും കരിയറിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. നമ്മൾ എല്ലാ ഫിലിംസും കണ്ടതുകൊണ്ട്, ഇതിലുള്ള എല്ലാ ഫിലിംസും കണ്ടു വന്നതുകൊണ്ട് കരിയറിൽ ഏറ്റവും, ഞാൻ മുസമതി വളവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുറച്ചും കൂടെ എലിവേറ്റഡ് ആയിന്ന്. പക്ഷെ ഇത് ആയപ്പോഴത്തേക്കും ഒന്നും പറയാനില്ല, അത്രയ്ക്ക് സൂപ്പർ പെർഫോമൻസ്. അതും ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളിലൊക്കെ കണ്ണിൽ വരുമ്പോൾ നമുക്കും വിഷമം വരും. നമ്മൾ പണ്ട് ലാലേട്ടന്റെ സിനിമകളിലൊക്കെ ചെറിയ ഇലയൊക്കെ ഇട്ടിട്ട് നമ്മള് ഔട്ടയിലൊക്കെ കണ്ണ് നിറച്ചിട്ട് എണീറ്റ് പോകത്തില്ല. അതൊക്കെ ചെറിയ ഒറ്റ ഷോട്ടൊക്കെ നമ്മളെ കരയിച്ചിട്ടില്ലേ, അതുപോലത്തെ മൈന്യൂട്ട് മൈക്രോ എക്സ്പ്രഷൻസ് വരെ ഇത് ഭംഗിയായിട്ട് ചെയ്തേക്കണേ. അയ്യോ, എങ്ങനെയാണ് തലവരയിൽ ഈ ഒരു ഫിലിം വന്നത്? അത് ഞങ്ങളുടെ തലവര അഖില് കഥ പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞ പരിപാടിയാണ്. ഷെബിൻ കേട്ട് 3ാമത്തെ പടമാണ്. അത്രത്തോളം ഒരു ആത്മബന്ധം ഷെബിൻ കേട്ടുണ്ട്. പിന്നെ അലക്സേട്ടൻ, ഇവരെല്ലാവരും ഇപ്പോഴും എൻ്റെ വളർച്ചയിൽ എല്ലാ മേജർ പോയിന്റ്സിലുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് പറവ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പടം റിലീസാകണതിന് മുമ്പ് ആദ്യത്തെ പടം തന്ന ഒരു വ്യക്തിയാണ് അലക്സേട്ടൻ. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഉണ്ടയിലും ചാൻസ് കിട്ടി, ട്രാൻസിലും ചാൻസ് കിട്ടി. അപ്പൊ അലക്സേട്ടൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയില്ല, എൻ്റെ ഒരു വലിയ ഏട്ടനെ പോലെ തന്നെയാണ് എനിക്ക് അലക്സേട്ടൻ. അപ്പോൾ ഇവരുടെ കൂടെ ഒരു 3 പടം അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ പിന്നെ വിളിക്കും തോറും നമുക്ക് അതിൻ്റെ ഒരു സ്നേഹത്തിന്റെ വില അറിയാം. പിന്നെ സിനിമ എന്നുള്ളൊരു പരിപാടി ഒരു ടീം വർക്കാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു ടീമിലേക്ക് എത്തിപ്പെടാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അത് ഇപ്പോൾ ഒരു സിനിമ ഉണ്ടാവുന്നത് അതിൻ്റെ എഴുത്തിലാണ് ആദ്യം. അത് അത്രയും നല്ല സോളിഡായിട്ട് അഖിലും അപ്പും കൂടി എഴുതി വെച്ചതുകൊണ്ടാണ് നമുക്കൊരു കഥാപാത്രം വൃത്തിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത്ര നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് കൂടെ ഉള്ളപ്പോൾ നമ്മുടെ പരിപാടി എലിവേറ്റഡ് ആവും ഓട്ടോമാറ്റിക്കലി. നമുക്ക് ഒരു പ്രോപ്പറായിട്ടൊരു സാധനം തരുമ്പോൾ തിരിച്ചിടാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ആക്ടേഴ്സ് കൂടെ വർക്ക് ചെയ്യണതും ഇത്രയും നല്ല ടെക്നീഷ്യൻസും ഈ പടത്തിന് ഒത്തുചേർന്നതും അതൊക്കെയാണ് ഈ പാൻഡ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ജീവൻ കൊടുത്തത്. നമ്മൾ വേൾഡ് വിറ്റ്ലിഗോ ഫൗണ്ടേഷൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വിറ്റ്ലിഗോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈറ്റ് പാച്ച് ഇൻ യുവർ സോൾ എന്ന്. ബോഡി അല്ല, ഇറ്റ്സ് സോൾ. അപ്പോൾ അത് നമ്മൾ മായ്ക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. അപ്പോൾ അത് സിംഗിളായിട്ട് പ്രവർത്തിച്ചാലും പറ്റില്ല, സിമ്പിളായിട്ട് പ്രവർത്തിച്ചാലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഒരു സബ്ജക്റ്റായിട്ട് എടുത്ത് അത് എഴുതണമെന്ന്, കാരണം വേറെ ഒരിടത്ത് ഞാൻ അങ്ങനെ ഒരു ഫിലിം കണ്ടിട്ടുമില്ല. ആസ് എ ഡോക്ടർ ഓൾസോ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് സ്പ്രെഡ് ആവണില്ല, ഇതിനെക്കുറിച്ചൊരു അവയർനെസ് വരുന്നില്ല എന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അത് തന്നെ എടുക്കുക. അതിനിപ്പോൾ ഈ സാധാരണ ആൾക്കാർ എങ്ങനെ മാസ് പടത്തിൻ്റെ പുറകെ പോയി എങ്ങനെയെങ്കിലും ഒരു ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ താങ്കൾ എന്താ അത് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ചു? ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ത്രെഡിൽ ഇങ്ങനൊരു ക്യാരക്ടറിൻ്റെ സ്ട്രഗിൾ വെച്ചിട്ടുള്ള പരിപാടി തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്യാരക്ടർ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ എന്താ പറയുക ഇതുവരെ കാണിക്കാത്ത ഒരു സംഭവം ഉള്ള ഒരാളാണെങ്കിൽ ബെറ്റർ ആയിരിക്കുന്നൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വിറ്റ്ലിഗോയുടെ ഒരു പയ്യൻ ഞാൻ മീറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അവനോട് സംസാരിച്ചപ്പോൾ അവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഭയങ്കര എനർജറ്റിക് ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. പിന്നെ അതിനെക്കുറിച്ച് തന്നെ അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ആളുകൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ BBC-യിലൊക്കെ കുറച്ച് ഡോക്യുമെൻ്ററി ഒക്കെ വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ അതെല്ലാം കണ്ടു. അപ്പോൾ അത് കണ്ട സമയത്ത് മനസ്സിലായി. പിന്നെ മലയാളത്തിൽ ഞാൻ ഇങ്ങനെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ പിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനത്തെ എന്തെങ്കിലും സിനിമകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നത് അങ്ങനെ വലിയ സിനിമകളും കണ്ടില്ല. അങ്ങനത്തെ ഡോക്യുമെൻ്ററീസ് ഒക്കെ വളരെ ചുരുക്കം. മലയാളത്തിലില്ല എന്നുള്ളതും ഭയങ്കര ഹൈ ആയിരുന്നു. അതൊക്കെ കൂടി കൊണ്ടാണ് ഈ ഒരു പരിപാടി പിക്ക് ചെയ്തെടുത്തത്. സന്ധ്യ എങ്ങനെയാ സന്ധ്യ ഇത്രയേറെ എൻകറേജ് ചെയ്യാനുള്ള ഒരാളായിട്ട് മാറിയത് നമ്മുടെ ജ്യോതിഷിന്? അത് അഖിലാണ് അപ്പു എഴുതിയ സ്ക്രിപ്റ്റാണ്. ഐ തിങ്ക് സന്ധ്യ ഒരു ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമുക്ക് ലൈക്ക് ഗേൾ നെക്സ്റ്റ് ഡോർ പോലെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഐ തിങ്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര റിയൽ, ഓത്തൻറ്റിക്, ഓർഗാനിക് ക്യാരക്ടേഴ്സാണ്. ആരും വെറുതെ ഇത് പറയണമല്ലോ, ഇത് ചെയ്യണമല്ലോ, അങ്ങനെ ഒരിക്കലും എനിക്ക് സ്ക്രിപ്റ്റ് തോന്നിയില്ല. സോ യാ, Sandhya is a very special character that I've played, and ഈ പ്രോജക്റ്റ് തന്നെ ഭയങ്കര സ്പെഷ്യലാണ്. The way you caresses her hair, the way you kisses him, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അത് നമുക്കൊരു ആ സ്കിന്നിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പോലും ഒരു ചെറിയ സെക്കൻഡ് തോട്ട് പോലും ഇല്ലാതെയാണ് അത് ചെയ്തേക്കുന്നത്. അപ്പം അത് അങ്ങനെ തന്നെ ഡയറക്ടറിന്റെ ഇൻസ്ട്രക്ഷൻ ആയിട്ട് വന്നതാണോ? എങ്ങനെയാണ് സന്ധ്യയുടെ ഒരു പെർഫോമൻസ്? കാരണം പാട്ടിലായാലും അല്ലാതെ ആയാലും. അല്ല, പുള്ളിക്കാരത്തി നമ്മൾ പറയുന്ന സംഭവങ്ങൾ അതിന് മേലേക്ക് തരുന്നുണ്ട്, ഇംപ്രവൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷോട്ടുകളുടെ സമയത്താണെങ്കിലും ഇവരുടെ സീനുകൾ വരുമ്പോൾ നമ്മളും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. പിന്നെ ഓഡീഷൻ ടൈമിൽ തന്നെ എനിക്ക് തോന്നുന്നു, ഓഡീഷൻ ടൈമിൽ തന്നെ പുള്ളിക്കാരിക്ക് ദേവതയ്ക്ക് മനസ്സിലായി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഫേസ് ടു ഫേസ് ഓഡീഷൻ ഉണ്ടായിരുന്നു, അത് കുറേ നേരം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ രേവതിക്ക് മനസ്സിലായി ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് എന്താ വേണ്ടത്. പിന്നെ സ്ക്രിപ്റ്റും കൂടെ വായിച്ചു കഴിഞ്ഞതും രേവതി പിന്നെ സ്ട്രോങ് ആയിരുന്നു. ചില സാധനങ്ങൾ പറയാതെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിൽ ഒരു സീക്വൻസ് ഉണ്ട്, ഈ ബ്രിഡ്ജിൽ കൂടെ പോകുന്ന രണ്ടുപേരും കൂടെ ആ സോങ് സീക്വൻസ്. അത് നമ്മൾ ആ ഓൺ സ്പോട്ട് ഞാനും രാഹുൽ എന്ന് പറയുന്ന എഡിറ്റർ അപ്പുവും രാഹുലും കൂടെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു സാധനം എടുക്കാം, അത് എടുത്താൽ നന്നായിരിക്കും എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് അതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. കുറേ ഇംപ്രവൈസേഷനും അതാ പറഞ്ഞ ഒരു എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു സിനിമ, എല്ലാവരുടെ ഇൻപുട്ടും ഈ സിനിമയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാണ്. ഫ്രണ്ട്സിന്റെ കൂട്ടം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെ കണ്ണിലും മുഖത്തേക്ക് ഒരു ചെറിയൊരു അസൂയ ഫാക്ടർ, ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പാട്ടിലൂടെ കണ്ടാലും ഫിലിമിലൂടെ കണ്ടാലും. പക്ഷെ താങ്കളുടെ മുഖത്ത് മാത്രം ഒരു ഇന്നസെന്റ് സംഭവമാണ്. അതായത് എപ്പോഴൊക്കെ സന്ധ്യനെ കാണുന്നു ആ സമയത്തൊക്കെ ആ പാട്ടിലായാലും ഒരു ഇന്നസെൻസ് ആണ് വരുന്നത്. അപ്പോൾ എന്ത് വ്യത്യസ്തതയാണ് ഫ്രണ്ട്സിൽ താങ്കൾക്കുള്ളത് ഇതിനകത്ത്? നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലെ എല്ലാരെയും ഒരുപോലെ കാണണം എന്നുള്ളൊരു തോട്ടുള്ള ഒരാളാണ് മിന്നൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഇപ്പം സുധീഷ് ഇപ്പം പാണ്ഡയായിട്ട് അടികൂടുമ്പോഴായിരുന്നാലും അവരെല്ലാരും സോൾവ് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അങ്ങനത്തെ ഒരു എനിക്ക് എല്ലാവരും വേണം, ഒരാൾ മാത്രമല്ല, എനിക്ക് എല്ലാവരും ഒത്തൊരുമയോടെ പോകണം എന്ന് ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന ഒരു ഫ്രണ്ടായിട്ടാണ് എൻ്റെ ക്യാരക്ടർ പോയി. സന്ധ്യ സെറ്റായിട്ട് ഇവരോട് ബൈക്കിൽ പോകുന്ന സമയത്തോട് പുള്ളി ഭയങ്കര നല്ല ഒരു ഇന്നസെൻസ് ആണ്. അത് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു എന്നെ കളിയാക്കുന്ന പോയിന്റ് ആണെങ്കിലും ഷോർട്ട് ഫിലിം കാണുമ്പോൾ നീ ഷോർട്ട് ഫിലിം അഭിനയിച്ചാൽ നന്നായിട്ടുണ്ടോ പാണ്ഡേ എന്ന് ആദ്യം മാത്രമേ പറയുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ റാഫിനെ കളിയാക്കുമ്പോഴും റാഫി മുടി കളർ ചെയ്ത് വരുമ്പോ നന്നായി ഉണ്ടടാ എന്ന് പറയുന്നത് ഇവൻ മാത്രം, സൂപ്പർണ്ടാ എന്ന് പറയുന്നത് ഇവൻ മാത്രം. കാരണം ഇവന് എല്ലാരും വേണം, ഇവനെല്ലാവരും ഹാപ്പി ആക്കണം, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഓക്കെ, എത്രത്തോളമാണ് ഇപ്പം ഒരു അതിനകത്ത് നമ്മൾ ചെയ്ത സീൻസിൽ ഇപ്പോൾ ഒരു 10 സീന് എന്ന് നമ്മൾ പറയണമെങ്കിൽ 10ന് 10 തന്നെ ഏത് സീൻ എടുത്താലും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഇമോട്ട് ചെയ്തതിൻ്റെ വന്നൊരു സന്ദർഭം ഏതായിരുന്നു? അതായത് കുറച്ച് ചെയ്യാൻ ഒരു അപ്രിഹെൻഷൻ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്ന് തോന്നിയ ഡിഫിക്കൽറ്റി ഫീൽ ചെയ്തൊരു സീൻ ആ മൊത്ത സിനിമയിൽ ഏറ്റവും കുറച്ച് പ്രഷർ എടുത്ത് അഭിനയിച്ചത്? ടെൻഷൻ ഉണ്ടായത് ക്ലൈമാക്സ്. ഓക്കെ, ക്ലൈമാക്സ് സീക്വൻസ് ടെൻഷൻ ഉണ്ടായി. കാരണം അത് ക്ലൈമാക്സ് ആണ്, ഓഡീഷനാണ്. അപ്പോൾ അതിലാണ് മൊത്തം ഒന്നും കൂടി കയറേണ്ടത്. അപ്പോൾ അത് കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു.
ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫിലിം നമ്മൾ റിലീസായതിനു ശേഷം പല ഇതിലൂടെ റിവ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാൾ പറഞ്ഞു കേട്ട സംഭവമാണ് ആ ഒരു ക്ലൈമാക്സിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചൊരു ഓഡീഷനും വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരാൾ പറഞ്ഞു എല്ലാ സിനിമയിലും ഒരേ ഇമോഷൻസ്, ഒരേ ചിരി എന്ന് പറഞ്ഞു. അപ്പം ഇതിനൊക്കെ ഒരു മറുപടിയാണോ തലവരായെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇതിപ്പോ കണ്ട എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞേക്കും. റൈറ്റ്. ഇപ്പൊ ചേച്ചി പറഞ്ഞ റിവ്യൂ ഞാൻ കണ്ടില്ല, ഇവൻ കേട്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. അതെ. അത് അതിന് റിയാക്ട് ചെയ്യുമ്പോ അതിന് സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്തത് എന്താന്ന് നമുക്കറിയാം. അപ്പൊ അത് കിടന്ന് പറഞ്ഞോട്ടെ, അതെന്തിനാ മൈൻഡ്. ഇങ്ങനെ കാണാൻ ഞാൻ ചോദിക്കാൻ കാരണം നമുക്കത് എടുക്കണം വേണ്ട നമ്മൾ തീരുമാനിക്കണം. ഇപ്പൊ ഞാൻ ചെയ്ത തെറ്റാണെന്ന് 100-ൽ 70 പേര് പറഞ്ഞാൽ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം, കാരണം തെറ്റുണ്ടാവും. ഇത് മെജോറിറ്റി എല്ലാവരും നല്ലത് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായി, ഞാൻ ചെയ്ത് ഓക്കെ ആണെന്ന് ഡൗട്ട് ഉണ്ടായി. അപ്പൊ ഞാൻ എന്റെ ഫാമിലി, ഏറ്റവും കൂടുതൽ ക്രിട്ടിക്സ് ആയിട്ടുള്ള എന്റെ ഫാമിലിയാണ്, എന്റെ കസിൻസ്. അച്ഛൻ തന്നെ എന്ത് ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെയല്ല, എന്റെ കസിൻസ് മുഖത്ത് പോയി കാര്യം പറയും, അച്ഛനും അതെ. കാരണം അവർക്ക് ആ ഫ്രീഡം ഉണ്ട്. അവരെല്ലാരും ഓക്കെയാണ്, കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്കത് മതി. എന്റെ ഒരു വിശ്വാസം, ഞാൻ ഈ ക്യാരക്ടറിനോട്, എല്ലാ ക്യാരക്ടറിനോടും നമ്മൾ 100% ഇട്ടിട്ടാ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ പാളിപ്പോവും, നമ്മൾ ഉദ്ദേശിച്ചായിരിക്കില്ല വർക്ക് ആവുന്നത്, ചിലത് വർക്ക് ആവും. ഇദ്ദേഹം പെർഫോം ചെയ്യുന്ന സമയത്ത് താങ്കൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്താൽ ഭയങ്കര ഫീൽ ആയ ഒരു പെർഫോമൻസ് ഏതായിരുന്നു? ക്ലൈമാക്സ് തന്നെയാണ്. ക്ലൈമാക്സ് തന്നെയാണ്, എല്ലാവർക്കും ക്ലൈമാക്സ് തന്നെയാണ്. റൈറ്റ്. ക്ലൈമാക്സിൽ നമ്മൾ നേരിട്ട് കാണുകയില്ലേ, ഇത് നമ്മളോട് ഓൾറെഡി ഉണ്ട് അവിടെ. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്റ്റാർ എങ്ങനെ ചെയ്യും, ഇതെങ്ങനെ, എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അച്ചോട്ടൻ ചെയ്യുന്നത് ഞാൻ അത്രത്തോളം ഭയങ്കരമായിരുന്നു എന്ന് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ക്ലൈമാക്സ് സീനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു. അത് ആക്ച്വലി ദേവദർശിനി മാം അഭിനയിക്കുന്നുണ്ടായിരുന്നല്ലോ. ദേവദർശിനി മാം അടക്കം ക്ലൈമാക്സ് സീൻ കാണാൻ വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ ഷോട്ട് എടുക്കുന്ന സമയത്ത് അഖിൽ എനക്കിത് പാക്കണു, ഞാൻ ഇങ്ങ് വന്ന് ഉൾക്കാറുണ്ട്. മാം വന്ന് വേറുള്ള സീനിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാല്, അതിന് തൊട്ടുമ്പത്തെ ദിവസമാണ് എന്നെ മറ്റേ അച്ഛൻ അടിച്ചിട്ട് മുഖത്തേക്ക് പറയൂലേ, ആ ഒരു സീൻ ഷൂട്ട് ചെയ്ത. അപ്പൊ അതിനുശേഷം മാം ഇങ്ങനെ കുറച്ചു നേരം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ എനിക്ക് ക്ലൈമാക്സ് കാണണം. അപ്പൊ എനിക്ക് ടെൻഷനായി, എല്ലാരും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും. ആക്ച്വലി ക്ലൈമാക്സ് ചെയ്യുമ്പോൾ ഒരുവിധം അന്ന് ആ സെറ്റിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളൊപ്പം തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഇപ്പൊ നമ്മള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ, അത് ആരും ആയിക്കോട്ടെ, ചെറിയ റോൾ ചെയ്യുന്ന ആക്ടർ പോലും നമ്മളെ റെസണേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലായിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അവർ കറക്റ്റായിട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ക്ലൈമാക്സ് അല്ലാണ്ട് ഒരു പീക്ക് പെർഫോമൻസ് എവിടെ നിന്നാണ് കിട്ടിയത് അർജുൻ്റെ? അല്ല, എന്റെ മാത്രമല്ല ഞാൻ പറയുന്ന വെച്ചാൽ ഈ പടത്തിൽ എല്ലാവരും പീക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഹൈയിലാണ് അഖിലെ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അഖില് ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അവിടെ കിട്ടി, സെറ്റാണ്. അശോകേട്ടനൊക്കെ ചില പരിപാടിയിൽ ഞങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയി കണ്ടിട്ട്, ഇത് എന്ത് പൊളിയെ വിളിച്ചേക്കണം എന്നുള്ള മൂട് വരെ. അത് മറ്റേ ഒരു സീക്വൻസ് എടുക്കുമ്പോൾ അശോകേട്ടനെ കരയുന്നൊരു പോർഷൻ വരുന്നുണ്ട്. അത് എന്റെ എന്റെ കിളി ലിറ്ററലി പോയി. വിചാരിക്കില്ല അങ്ങനെ ഒരു കാരണം പുള്ളി കരഞ്ഞോണ്ടേ ഇരിക്കും. ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഞാൻ കട്ട് പറയാൻ മറക്കുന്നുണ്ട്. ഓക്കെ, ഇതുകൊണ്ട് അതേപോലെ അച്ഛൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്, ബ്രിഡ്ജിന്റെ അടിയിൽ നൈറ്റ്. അപ്പോൾ ആ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അച്ഛനത്തിന് ഞാൻ ബ്രീഫ് ചെയ്യാൻ പോയി. ഞാൻ അച്ഛൻ അങ്ങനെ കൊണ്ട് ഞാൻ ഒരു 10 ദിവസം കഴിഞ്ഞതും ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കണ്ണു നോക്കിയാൽ അച്ഛനും അതറിയാം. അച്ഛന് മാത്രമല്ല, മോസസിനറിയാം, ഇവർക്കറിയാം. അച്ഛൻ അവിടുന്ന് കണ്ണു നോക്കിയാൽ ഓക്കെ, എനിക്കറിയാം. ഈ സിംഗിളിക്ക് എല്ലാവരും എത്തി. അപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അച്ചു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ഞാനും അച്ചു കരയാൻ തുടങ്ങി, അച്ഛനും കൂടെ കരയാൻ തുടങ്ങി. പിന്നെ മനസ്സിലായി വേണ്ട തിരിച്ചു പോയി. നമ്മൾ ഓരോ ഇമോഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിച്ചാൽ ഇതിങ്ങനെ ഇരിക്കും, അപ്പം അങ്ങനെ ഇരിക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ കഴിഞ്ഞിട്ടായിരിക്കും വന്ന് ജോയിൻ ചെയ്യണം ഈ പടം. പെട്ടെന്ന് അതൊക്കെ തലയിൽ കയറിയിട്ട് മൊത്തം ഓട്ടോമാറ്റിക്കലി പാളിപ്പോവും. അപ്പൊ പറഞ്ഞു മച്ചാനെ ബാക്കി നമുക്ക് ഷോട്ടിൽ നോക്കാം, വിട് എന്ന് പറഞ്ഞിട്ടാണ് നേരെ ഷോട്ടിലേക്ക് കയറിയത്. അതേപോലെ തന്നെ രേവതി ഇപ്പോൾ മറ്റേ നമ്മുടെ ടാങ്കിന്റെ മുകളിലത്തെ സീൻ, അത് ആക്ച്വലി ഫസ്റ്റ് കയറി വരുന്ന എടുത്തു, പിന്നെ ഇവരുമായിട്ടുള്ള ഡയലോഗ് സെക്ഷൻ എടുത്തു. അപ്പോൾ ഡയലോഗ് സെക്ഷൻ ഇംപ്രവൈസ് ചെയ്യാൻ തുടങ്ങി അവിടെ ഇരുന്നിട്ട്. അതിത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ രീതിയിലായിരുന്നു. പിന്നെ ചൂടായി പീക്കിൽ അച്ചു ആ ഒരു മൊമെന്റ് സംഭവിക്കുന്നു. വീണ്ടും തിരിച്ചുപോയി കയറി വരുന്ന സെക്ഷൻ അതിനുവേണ്ടി മാച്ച് ചെയ്യാൻ വേണ്ടി എടുത്തു. അതേപോലെ ഇന്റർവെൽ സീക്വൻസിൽ മനോജ് മോസസും പിള്ളേരുമായിട്ടുള്ള ആ സംഭവം അതും ഭയങ്കര, നമുക്ക് ചില ഓരോ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഹൈ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. റാഫി സ്പോട്ടിൽ ചില സാധനങ്ങൾ അടിക്കും. വിഷ്ണു രഘു അവൻ ചോദിക്കും മച്ചാൻ ഞാൻ ആ പരിപാടി ഇങ്ങനെ പിടിക്കട്ടെ, ചെയ്യും.
വേറെ പൊളി. പിന്നെ ഈ പൊടിയും ഇതേപോലെ. പിന്നെ എന്റെ പെങ്ങളായിട്ട് അഭിനയിക്കുന്ന ആളും ഒരു രക്ഷയില്ലാത്ത എല്ലാവരും കട്ടക്കായിരുന്നു. അതാണ് ഈ പടത്തിന് ഭയങ്കര ലൈഫ് കിട്ടിയത്. ദേവദർശിനി മാം, അഭിരാമേട്ടൻ, സാം. ദേവദർശിനി മാമിനെ അമ്മയായിട്ട് കാസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു ഭയങ്കര നല്ലൊരു കാസ്റ്റിംഗ് ആണ്. എല്ലാ കാസ്റ്റിങ്ങും അടിപൊളിയാണ്, ഇല്ലെന്നല്ല. പക്ഷെ ദേവദർശിനി മാമിനെ തന്നെ എടുക്കണം എന്ന് തോന്നാനുള്ള റീസൺ, നമ്മൾ എല്ലാവരെയും കാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത നായിക വരെ കാസ്റ്റ് ആയിരിക്കുന്നു. പക്ഷെ അമ്മയ്ക്കൊരു ഓപ്ഷൻ വരുന്നില്ല. വരുന്ന ഓപ്ഷൻസ് ഒന്നും ഡിസ്കസ് ചെയ്യുമ്പോൾ സെറ്റ് ആവുന്നില്ല. ഷൂട്ട് തുടങ്ങാൻ 4 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ അമ്മയുടെ ഡേറ്റ് വരിക. അമ്മയായിട്ടില്ല. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു അസിസ്റ്റന്റ് വർക്കുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഋഷി, അവനാണ് ദേവദർശിനി മാമിനെ കാഞ്ചന. ആക്ച്വലി എനിക്ക് മാമിനെ അറിയാം. ഞാൻ ഒരുപാട് തമസിനുകൾ കണ്ട ആളാണ്. കാഞ്ചന അതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മാമിനെ കണ്ടിട്ടുണ്ട്. ഇത് കണ്ട് നമ്മൾ ചാർജായി. ശരിയാ, ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ പ്രൊഡക്ഷൻ നമ്പർ എടുക്കും, വിളിച്ചു, ഫോൺ ത്രൂ തന്നെ കഥ പറഞ്ഞു, മാം ഇതാണ് ഐഡിയ. അപ്പൊ മാം അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ റെഡിയാണ്, എൻ്റെ ഡേറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് ഇംഗ്ലീഷിലാക്കി കൊടുത്തു, മംഗ്ലീഷിലാക്കി കൊടുത്തു മാമിന്. മംഗ്ലീഷ് മാം അത് കാണാതെ പഠിച്ചിട്ടാണ് എനിക്ക് ജോയിൻ ചെയ്തത്. ഒരു ഫുൾ ജീവിതം ജീവിച്ച പോലെയാണല്ലോ ആ സിനിമ എന്ന് പറയുന്നത്. ഇനി ഒന്നും വരാൻ ബാക്കിയില്ല. ഇൻസൾട്ടിന് ഇൻസൾട്ട്, അടിക്ക് അടി, പഴിക്ക് പഴി, എല്ലാം കേട്ടു, എല്ലാ കാര്യങ്ങളും കേട്ടു. അവസാനം തലവര മാറുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ്റെ നല്ലൊരു ആൻസർ ക്ലൈമാക്സിൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അവരോട് ഒരു നിങ്ങൾ എങ്ങനെ ഇരിക്കണം, അവരവരായിട്ട് തന്നെ നിന്നാൽ മതി, റെസ്പെക്ട് ചെയ്യുക, അതൊരു പ്രശ്നമല്ല. ശരി, നമ്മളെക്കാളും സ്പെഷ്യലാണ് അവര്. കാരണം നമുക്കെല്ലാം ഒരൊറ്റ ടോണുള്ളൂ, അവര് സ്പെഷ്യലാണ്. അവർക്ക് ഡുവൽ ടോൺ പോലെയാണ്. ഇപ്പൊ ചേച്ചി ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞ പോലെ സോളില് ഒരു വൈറ്റ് പാച്ചാണത്, അത് സ്കിന്നിലല്ല. നമ്മൾക്ക് ചിലപ്പോൾ അങ്ങനെ തെറ്റായി കാണുന്ന രീതിയിൽ ചിലപ്പോൾ അവൻ്റെ ഉള്ളിൽ ബ്ലാക്ക് പാച്ച് ആയിരിക്കും സോളിൽ. അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ കാണാൻ പറ്റുന്നത്. നോർമലായിട്ട് കാണാം, ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. അപ്പം ആ പേരും പറഞ്ഞാൽ കളിയാക്കാതിരിക്കുക, ചെറുതായിട്ട് പോലും തമാശക്ക് പോലും ഒന്നും പറയാതിരിക്കുക. അത് ചിലപ്പോൾ ചെറുപ്പം തൊട്ട് ഇത് കേട്ടിട്ട് വളർന്നിട്ട് ഒരു പോയിന്റ് ചിലപ്പോൾ നല്ല ഡീപ്പായിട്ട് കൊള്ളും ചിലപ്പോൾ. എസ്പെഷ്യലി ഇപ്പം ഈ സീക്വൻസിൽ അമ്മ വരെ ഒരു പോയിന്റിൽ കളിയാക്കുന്നുണ്ട്. അതാണ് അവനെ ഏറ്റവും കൂടുതൽ കൊള്ളണത്. ബാക്കി ആൾക്കാർ പറഞ്ഞ അവന് പ്രശ്നമില്ല, പ്രശ്നം ഉണ്ടെങ്കിൽ അവനത് എടുക്കൂല. അപ്പോൾ അതാണ്, റെസ്പെക്ട് ചെയ്താൽ മാത്രം മതി, ബാക്കി ഒന്നും നോക്കണ്ട. പേരൻസ് ആണെങ്കിലോ, പേരൻസിനും ഇത് തന്നെ, എല്ലാവരും മനുഷ്യന്മാർ തന്നെയല്ലേ. പേരൻസ് പിന്നെ ഒബ്വിയസ്ലി എനിക്ക് ഇപ്പോഴത്തെ പേരൻസ് എനിക്കും അങ്ങനെ എടുക്കാറില്ല എന്ന് പറഞ്ഞു നെഗറ്റീവായിട്ടൊന്നും. എല്ലാവരും ഇതിപ്പോൾ എനിക്ക് ഒരാളെ പരിചയപ്പെട്ടു, ജിഷ്ണു. അവൻ ഭയങ്കര ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല. അപ്പം എൻ്റെ അടുത്ത് അവനെ പിടിച്ചാൽ മതി. കാരണം അവൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് അവനെ റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കണേ, കുറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ അവൻ്റെ വീട്ടിൽ അവനെ നന്നായിട്ട് തന്നെ കളിയാക്കിയിട്ട് ഒന്നും വളർത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ എനിക്ക് അവൻ്റെ പാരൻസും പീസ്ഫുള്ളാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന പാരൻസ് ഉണ്ടെങ്കിൽ ദയവായി നോർമൽ കിഡായിട്ട് തന്നെ നോക്കുക. ഓക്കെ, എന്താണ് തോന്നുന്നത് രേവതിക്ക്? He actually definitely deserves an award, right? Yeah, for sure. എനിക്ക് അവാർഡ് കിട്ടി എന്തായാലും. എനിക്ക് എൻ്റെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് പോലെ എനിക്കൊരു അവാർഡ് കിട്ടിയ പടം കഴിഞ്ഞ് അച്ഛൻ ഇറങ്ങിയപ്പോൾ അത് ഞങ്ങളെ കണ്ടില്ല. അതാണ് ഏറ്റവും വലിയ അവാർഡ്, അത് മതി, ഏറ്റവും വലിയൊരു അവാർഡ്. ഓക്കെ, സോ വാട്ട് അബൌട്ട് ഹിസ് പെർഫോമൻസ്? അത് ഞാൻ ചോദിക്കുന്നത്, നമ്മളൊക്കെ വിചാരിക്കുന്ന ഇപ്പം എനിക്ക് ഇത് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഓരോ സീൻ നമ്മൾ ബാക്കിൽ നിന്ന് എടുക്കുമല്ലോ, ചോദിക്കാനായിട്ട് എടുക്കാൻ താല്പര്യം ഇല്ല. കാരണം ഇനി അത് ആലോചിക്കണ്ട, ഓൾറെഡി കരഞ്ഞു, അവിടെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞു. എന്തിനായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കണം, എന്തിനാ അവൻ്റെ ഇങ്ങനെ ചെയ്യണേ ഇങ്ങനെ തോന്നിയിട്ട് നമ്മൾ ഓൾറെഡി കണ്ണൊക്കെ നിറഞ്ഞു, കണ്ണിങ്ങനെ ഒലിച്ചൊലിച്ച് കരഞ്ഞൊക്കെ കഴിഞ്ഞു. വീണ്ടും ആലോചിക്കാൻ വയ്യ. അപ്പം അങ്ങനത്തെ അവസ്ഥ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ക്ലോസിനിട്ട് ഏറ്റവും അടുത്ത് നിന്നുള്ള പെർഫോമൻസ് ചെയ്ത ആളെന്ന നിലയിൽ what do you say about his performance? I think എനിക്ക് ആക്ച്വലി നേരിൽ കാണുമ്പം ഒബ്വിയസ്ലി I was in awe. എനിക്ക് ഭയങ്കര ഒരു സ്റ്റാർ സ്ട്രക്ക് മൊമെന്റ് ആയിരുന്നു ഇൻ പേഴ്സൺ, ഈച്ച് ആൻഡ് എവറി പെർഫോമൻസ്. സിനിമ ഔട്ട് വന്നപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഹിറ്റായത്. ഇൻഫാക്ട് കാരണം ഇപ്പം നമ്മൾ ഒരു സീൻ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ ആ സീൻ മാത്രമായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ്ലി നമ്മളുടെ കോമ്പിനേഷൻ സീൻസ് ഹാപ്പി ആയിരിക്കും, ഇൻ ലവ് ആയിരിക്കും, ഓർ അങ്ങനത്തെ മൂഡുള്ള സീനായിരിക്കും, ഓർ മേ ബി ഫൈറ്റ് അങ്ങനത്തെ ആയിരിക്കും. ബിക്കോസ് സന്ധ്യ എന്ന ക്യാരക്ടർ ഒരിക്കലും അവന് വിറ്റ്ലിഗോ ഉള്ള ഒരു പേഴ്സൺ ആയിട്ട്, ആസ് ഇൻ ഷീ ഈസ് നോട്ട് മേക്കിംഗ് ഹിം ഐഡന്റിഫൈഡ് ആസ് എ പേഴ്സൺ വിത്ത് വിറ്റ്ലിഗോ. ഹീ ഈസ് ജസ്റ്റ് എ പേഴ്സൺ ടു ഹെർ. അപ്പം അങ്ങനെ എനിക്ക് ഒരിക്കലും ഫീൽ ആയില്ല. ഹീ ഈസ് ഓൾവേസ്
Jyotish or Panda is always his self. He's not someone with insecurities, someone with who's shying away from society because he doesn't feel insecure around her. Appam he's just another person. So but when you watch the movie full ആയിട്ടിരുന്ന് കാണുമ്പം ആ ഡിഫറൻസ് അറിയാൻ പറ്റും. When he's with other people, how he's insecure, and when he's with her, he's not that I mean, there are some insecurities still, but അത്രയും അറിയില്ല. ആൻഡ് ആ ഷിഫ്റ്റും ആ ചേഞ്ചും ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് നമുക്ക് മനസ്സിലാവും. അതാണ് കുറച്ചും കൂടെ എഫക്റ്റ് ആവുന്നത്. അതാണ് ആ ക്ലൈമാക്സിൽ അത്രയും കരച്ചിൽ വരുന്നതും എല്ലാ സീനിലും അത്രയും കരച്ചിൽ വരുന്നതും. ആക്ച്വലി പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു 5-6 പ്രാവശ്യം കരഞ്ഞു. ഞാൻ എവിടേക്ക് തിരിഞ്ഞാലും എല്ലാവരും കരഞ്ഞോണ്ടിരിക്കും. ഞങ്ങൾ അവിടെ തിയേറ്ററിലെ അവസ്ഥ അത് തന്നെയായിരുന്നു. ഞാൻ മാത്രമല്ല, ആൾക്കാർ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ സ്ക്രീൻ പ്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കഥ വരും, അല്ലെങ്കിൽ ആ കഥ നമ്മുടെ ഏതെങ്കിലും ചിലപ്പോൾ ക്ലൈമാക്സ് ആയിരിക്കും ആദ്യം വരുന്നത്, അത് നമ്മൾ സ്ക്രീൻ പ്ലേ ആക്കി എഴുതുന്നു. എത്രാമത്തെ ഡ്രാഫ്റ്റിലാണ് ഇത് കറക്റ്റ് ഈ ഒരു പക്കാ സ്ക്രീൻ പ്ലേ ആയത്? കണക്കില്ല, ഒരു 48 വരെ കണക്ക് വെച്ച് പിന്നെ 49 വരെ നമ്മൾ എഴുതി ഷൂട്ട് കയറി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കണക്കൊന്നും എണ്ണാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് തിരുത്ത അല്ലെങ്കിൽ എംബ്രോയ്സ് ചെയ്യുക, ആഡ് ചെയ്യുക. ഷൂട്ടിന്റെ സമയങ്ങളിലും എല്ലാ സമയം ഇപ്പോൾ ജ്യോതിഷും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് സംസാരിക്കുന്ന സീനുണ്ട്. അത് ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എഴുതുന്നത്. പ്രപ്പോസൽ ആക്ച്വലി വേറൊരു ലൊക്കേഷനിലായിരുന്നു. ഐ മീൻ എക്സ്റ്റീരിയറിലായിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അകത്തേക്ക് കയറ്റി. അപ്പൊ അകത്തേക്ക് വേണ്ടിയിട്ട് മാച്ച് ചെയ്തു. അതും അവിടെ വെച്ചിട്ട് എഴുതുന്നത്. അങ്ങനെ ഡ്രാഫ്റ്റുകളില്ല. കണക്ക് പ്രകാരം 49. അതിനുശേഷം എന്നെ കുറച്ച് ആൾക്കാരുടെ പേര് പറയും. അതിനെ കുറിച്ചിട്ട് ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ 1 വേർഡിലോ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് ഒന്ന് ഷെയർ ചെയ്യണം. മഹേഷ് നാരായണൻ ഒരു മെന്റർ പോലെയായിരുന്നു മൊത്തം പടത്തിന്. പ്രോപ്പറായിട്ട് HOD, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് പോലെയായിരുന്നു പടത്തിന്. ഓക്കെ. ഷബിൻ ബേക്കർ ബിഗ് ബ്രദർ. ദേവദർശിനി അമ്മ. കാരണം എന്റെ അമ്മ ഇതുപോലെ തന്നെ എന്തു പറയാൻ അപ്പൊ ചൂരിലെടുക്കും. ഓക്കെ ഓക്കെ. അഖിൽ. ഞാൻ ചേട്ടന്ന് വിചാരിച്ചു, പക്ഷെ അനിയനാ. ഓക്കെ. രേവതി ഒരു ഗുഡ് ഹാർട്ടഡ് സോൾ. ഷോ. ഓക്കെ. അശോകൻ. മകനെ വൈബ് തന്ത വൈബല്ല, വൈബ് തന്ത. ഓക്കെ. തിരിച്ചു. രേവതി നല്ലൊരു ഫ്രണ്ടാണ്, ഗുഡ് ഫ്രണ്ട്. ഓക്കെ. അർജുൻ അശോകൻ. ബ്രദർ, ബിഗ് ബ്രദർ. അഖിൽ. ഡയറക്ടർ വേണമെങ്കിൽ അമ്മാവൻ. ഒരു ഫ്രണ്ട് എന്നുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള. എവിടെ? അർജുൻ അശോക്. I think എനിക്ക് തോന്നുന്ന ഫാൻ. I'm a fan. Come on. And also he's very welcoming. He's very inclusive of everybody around him. I think that's what ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട് മനോജ്. ഗുഡ് ഫ്രണ്ട്. എനിക്ക് എല്ലാവരും ലൈക്ക് ഫാമിലിയാണ് ഈ പടത്തിൽ. സോ ഫാമിലി. അഖിൽ is I think the most എനിക്ക് പറയാൻ അറിയില്ല. It's just like it's a feeling. He's just a really good person, like very kind-hearted and free spirited. ഈ ആദ്യമായിട്ട് ഈ ഫിലിമിന് വേണ്ടി വെച്ച ടേക്ക് അത് ഓർമ്മയുണ്ടോ? ഉണ്ട്. ജ്യോതിഷ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം കൊണ്ടുവന്നിട്ട് വീട്ടിലേക്ക് നോക്കുന്ന ഒരു സീൻ, അതാണ് ആദ്യം വെച്ചത്. അത് ആക്ച്വലി കംപ്ലീറ്റ്ലി അർജുന്റെ പെർഫോമൻസ് ആദ്യമേ ഓക്കെ തന്നെയായിരുന്നു. ഇത് വിചാരിച്ച ലെവലിലേക്ക് കയറി വരുന്ന ആദ്യമേ തന്നെ തോന്നി. പിന്നെ അതില് നമ്മൾ എഴുതിയ സംഭവത്തിനെക്കാട്ടി ഒരു +1 തരുന്ന ഒരു പരിപാടി അവിടെ നടക്കേണ്ടത് മനസ്സിലായി. കാരണം ആദ്യം വരുന്ന സമയത്ത് പൈസ കൊടുക്കുന്നു, പുള്ളി തിരിഞ്ഞു പോകുമ്പോൾ ഒരു നോട്ടം നോക്കണ്ട, അത് സ്ക്രിപ്റ്റിലുണ്ട്. പക്ഷെ ഓട്ടോ കയറിയിട്ട് വീണ്ടും ഒരു കുഞ്ഞൊരു നോട്ടം നോക്കുന്നുണ്ട്, അത് സ്ക്രിപ്റ്റിലില്ല. ഓക്കെ. അതാണ് അച്ഛൻ്റെ ഇംപ്രൂവൈസേഷൻ. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഇത് പരിപാടി ഉണ്ട്, ശ്രമിക്കുന്നുണ്ട് എന്നൊരു സംഭവം കിട്ടും. അത് ശ്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല,
അല്ലെങ്കിൽ നമ്മളങ്ങനെ ഇംപ്രൈസ് ചെയ്യാൻ പറ്റില്ല, അത് ഉള്ളിന്ന് എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ്. അച്ചൂരുണ്ട്. അദ്ദേഹത്തിന്റെ മേക്കപ്പിനെ കുറിച്ച്, മേക്കപ്പ് ഫസ്റ്റ് മേക്കപ്പ് ടെസ്റ്റ് ചെയ്തു. ആ സമയത്തുണ്ടായിരുന്ന മെറ്റീരിയൽ അല്ല രഞ്ജിത്തേട്ടൻ ഷൂട്ടിന്റെ സമയത്ത് കൊണ്ടുവന്നു. ഷൂട്ടിന്റെ സമയത്ത് ഒരു 10 ദിവസം കഴിഞ്ഞ് രഞ്ജിത്തേട്ടൻ മെറ്റീരിയൽ വീണ്ടും, കാരണം പുള്ളി ഇത് പെർഫെക്റ്റ് ആവണം, ഇത് അല്ലെങ്കിൽ ഇത് കുറെ നേരം കൂടെ നിൽക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്തതിന്റെ ഇടയിൽ ഇത് ഫെയ്ഡ് ആയി കഴിഞ്ഞാൽ പ്രോബ്ലം. അതെ അതെ. അപ്പൊ പുള്ളി അതിനു വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ കൊണ്ടുവരും. ഇതൊന്ന് സ്മജ്ജായ മൊത്തം അയച്ചിട്ട് ഇടാൻ പറ്റുള്ളൂ, അതിന്റെ മേളിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പുള്ളി അതിനു വേണ്ടി ഇതിന്റെ മെറ്റീരിയൽസ്, എനിക്ക് അതിന്റെ പേരുകൾ കറക്റ്റായിട്ടല്ല, അതിനുവേണ്ടി തപ്പി എന്നിട്ട് എന്തോന്ന് പറഞ്ഞാൽ അത് അവിടുന്ന് കൊണ്ടുവന്ന എങ്ങനെയുണ്ട്, അടിപൊളിയാ, അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോസ് ഒക്കെ എടുത്ത് എപ്പോഴും നിർബന്ധമായിരുന്നു ക്യാരവാനില് ചെയ്യുമ്പോ നിങ്ങൾ അത് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇത് ഓരോ ദിവസം മേക്കപ്പ് ഇടല്ലേ ചെയ്യണം അല്ലേ? എന്തോ അപ്പൊ എത്ര സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു ഫുൾ? തുടക്കമൊക്കെ ഒരു 1 hour 1.5 hour എടുക്കും. പിന്നെ അത് യൂസ് ഡേ ഒരു 45 minutes ഹാഫ് ആൻ അവർ കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ മാറാണ്ട് കറക്റ്റ് ഫോളോ ചെയ്ത് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഫിലിമിന്റെ സെറ്റിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റും കൂടെ ഷെയർ ചെയ്ത് നമുക്ക് നിർത്താം. അത് എനിക്കറിയാം സംഭവം പോലെ ആയിരിക്കും, കാരണം അത്രമാത്രം കാസ്റ്റിംഗ് ആയാലും. ദീപാവലി ഇല്ലേ, പടക്കം പൊട്ടിക്ക് ഇറങ്ങിയതാ, കണ്ണിന്റെ കാഴ്ച അടിച്ചു ആ പടക്കം പൊട്ടിച്ചിട്ട്. കണ്ണിന്റെ അകത്തൊരു ഒരു മൂലക്ക് ഒരു വെള്ള മാർക്ക്. ഞാൻ വെച്ചാൽ എന്റെ ജീവിതകാലം മൊത്തം ഞാൻ അങ്ങനെ ഇരിക്കുന്നത് വിചാരിച്ചു. ലൈറ്റ് അടിച്ചിട്ട് കഴിയുമ്പോൾ ഒരു മാർക്ക് വരില്ലേ, അതുപോലെ ഈ ചങ്ങായി ഒരു ഗുണ്ട് പൊട്ടിച്ചു പേപ്പറെ കൂടി കൂട്ടിയിട്ടിട്ട് കത്തിച്ചു. മച്ചാൻ ഇത് ഓക്കെയാണെന്ന് പറഞ്ഞ് ഞങ്ങള് നോക്കിയിട്ട് പേപ്പർ കത്തി തുടങ്ങി കട്ടായി. ഇപ്പൊ ഓക്കെ, ഇനി പൊട്ടില്ലെന്ന് വെച്ചാൽ മത്താപ്പ് കൊണ്ട് വെച്ച് കത്തിക്കപ്പോ സ്പോട്ടിലാ സാധനം പൊട്ടി. കുറച്ചു നേരത്തേക്ക് ചെറിയൊരു ഒരു ഒച്ച, കണ്ണിന്റെ ഒരു സ്പോട്ടിലൊരു വെള്ള ലൈറ്റ്. ഞാൻ തിരുമ്പുമ്പോഴാ ലൈറ്റ് ആടുണ്ട്, കണ്ണടച്ചിട്ടും പോണില്ല. വെച്ചാല് കഴിച്ചു പോയി വെച്ചാല് പരിപാടി വെച്ചാല് കുറച്ച് കഴിയുമ്പോ അത് ഓട്ടോമാറ്റിക്കലി പോയി. രേവതി സുമതിവളവ് കണ്ടായിരുന്നു? ഇല്ല. ഒരടിക്ക് നല്ലതാ, കാരണം ഈ പെർഫോമൻസിന് മനസ്സിലിങ്ങനെ നിൽക്കല്ലേ, അതുകൊണ്ട് കാണുമ്പോഴത്തേക്ക് ഇത് എന്നാ ആക്ടർ എന്ന് കൊണ്ട് നമുക്ക് തോന്നിപ്പോകുന്ന സംഭവം. ഒരു ഞാൻ ഈ ഫിലിമിൽ നിന്ന് മാറിയൊരു ക്വസ്റ്റ്യൻ ഞാൻ മനോജിനോട് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അണ്ണനുമായിട്ടുള്ള അനുഭവം? അണ്ണായിട്ട് അടിപൊളി അനുഭവമാണ്. എപ്പോ ചെന്നാലും ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹമായിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടനോട് അഭിനയിക്കണേ തുടരും. അപ്പൊ എനിക്ക് ടെൻഷൻ കാരണം ഇവനെയും കൂട്ടിക്കൊണ്ട് പോയത്. ബിക്കോസ് അതിലെ സീനിലും കുറച്ച് ടെൻഷനിൽ നിൽക്കുന്ന ആളായിട്ടാണല്ലോ തുടരുന്നത്. പക്ഷെ ആളിങ്ങനെ ലാലേട്ടനെ തൊട്ടടുത്തിരുന്ന് ഈ അഭിനയിച്ചൊരു സംഭവം അല്ലേ? അപ്പം എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൽ കണ്ട ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഷെയർ ചെയ്യും? ഒരു മനുഷ്യൻ എന്താ പറയാൻ, ഞാൻ ഇപ്പോൾ പൊക്കി പറഞ്ഞ ലാലേട്ടനോട് അഭിനയിച്ചതുകൊണ്ടും അങ്ങനെ ഞാൻ പൊക്കി പറയുന്നതല്ല. പുള്ളിക്ക് അറിയാം ഒരു മനുഷ്യനെ എങ്ങനെ കയ്യിലെടുക്കണം, എങ്ങനെ സംസാരിച്ച് സ്നേഹം ഇതാക്കി എടുക്കണം എന്നുള്ളത് കറക്റ്റ് അറിയാന്നുള്ളത് മനുഷ്യൻ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു ഇത് കണ്ടായിരുന്നു, റീല് കണ്ടായിരുന്നു. അതായത് മറ്റേ ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് അതേ ഒടിക്കുന്ന ഒരു സംഭവം കണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അതൊരു KCLന്റെ ഒരു ആഡ് ഷൂട്ട് കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ലാലേട്ടനെ പഠിപ്പിക്കണമെന്നുള്ളത്. അതുവഴി സാധിച്ചു. അപ്പൊ അത് റിലീസായിട്ടില്ല, ഇനി വരത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മൂവ്സ് ഒക്കെ ഭയങ്കര സൂപ്പറാട്ടോ. ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അല്ല പലതിനെ പറയുന്ന അറിയാം. പക്ഷെ മനോജിന്റെ മൂവ്സ് സൂപ്പർ. ഇൻസ്റ്റയില് നമ്മള് കാണുന്ന സംഭവമാണ്. അപ്പൊ അതിൽ പെട്ടെന്ന് ഞാൻ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഞാൻ ലാലേട്ടന്റെ സംഭവം കണ്ടത്. ഞങ്ങളുടെ മറ്റേ പ്രൊമോഷൻ ഞങ്ങളുടെ ആകെയുള്ള കച്ചിത്തുരുമ്പ്. അല്ല, അർജുൻ ഓൾസോ ഗുഡ് ഡാൻസ്. എല്ലാവരും നല്ല ഡാൻസ് കളിക്കുന്നുണ്ട്. തറയിൽ കിടന്നിട്ട് എല്ലാവരും പഴയ നമ്മുടെ എന്താ പറയാ കറക്റ്റ് ആ മൂൺ വാക്ക്, അല്ലെങ്കിൽ കറക്റ്റ് നമ്മുടെ പഴയ മൈക്കിൾ ജാക്സൺ എല്ലാ സ്റ്റൈലും പിടിക്കും. അതിന്റെ കയ്യിലൊക്കെ മുറിയാ പ്രൊമോഷനായിട്ട്, ഐ മീൻ മാറ്റില് ഇതാവുന്ന സമയത്ത് ഡെഡിക്കേഷൻ വേണ്ടിട്ടല്ലേ. ഒത്തിരി ഞാൻ കേട്ടായിരുന്നു, എന്താ കേട്ട സംഭവ ബഹുലമായിട്ടുള്ള സെറ്റായിരുന്നു. അത്രമാത്രം അറിയാണ്ട് ഇവൻ മറന്നുപോയി അത് തമിഴ്നാടാന്നുള്ളത്. കൂടെയുള്ള മേക്കപ്പ് അസിസ്റ്റന്റ് ലാസ്റ്റ് ഡേ ഷൂട്ട് തീർന്ന അവിടെ നിന്ന് പോണേണ്. എന്തോ ഇവൻ ജൂനിയർ ആർട്ടിസ്റ്റാന്ന് വെച്ചിരിക്കണായിരുന്നു. ആരോ പോണ വഴിക്കാണ് തട്ടി നോക്കി കിടക്കണാന്ന് പറഞ്ഞ് ഇവൻ തിരിഞ്ഞു നോക്കി. അവിടുത്തെ ലോക്കലായിരുന്നു. പിന്നെ കാണുന്നത് ഒരു ഈച്ച പൊതിയുടെ അവനെയും പൊതിഞ്ഞുകൊണ്ട് പട്ടപ്പട്ടേന്ന് പറഞ്ഞിട്ട് അല്ല അവൻ തള്ളി ഇവനെ വേണം ഒതുക്കി. അത് ഇവര് കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടില്ല. ഞാൻ മൈക്ക് എടുത്തിട്ട് അപ്പൊ
ആ ഘോഷയാത്ര ദൂരെ നിന്ന് വരണം. ഞാനിവിടെ കിടന്ന് ആക്ഷൻ ആക്ഷൻ എടോ വാ വാ വട്ട് വിളിച്ചോണ്ടി ആരും വരുന്നില്ല. അപ്പൊ ഘോഷയാത്ര അത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങുന്നു, പിന്നെ ഇങ്ങോട്ട് നീങ്ങുന്നു, ഉന്തും തള്ളും. ഉന്തും തള്ളുക. പിന്നെ അവിടെ പോയി നോക്കിയപ്പോഴും മുട്ടം തല്ലായിരുന്നു. ഞാൻ പിന്നെ എല്ലാത്തിനും വിളിച്ച് വാ വൈഡി വാ വാ കാണാൻ കാണാൻ വിളിച്ച് ഞാൻ പോകുമ്പോ അലക്സേട്ടൻ അവിടെ പോടാ തിരിച്ചു പോയി. അപ്പൊ തിരിച്ചു പോകുമ്പോ എന്താണ് ഇവനെ മാറ്റി നിർത്തിയേക്കണേ, ഒരു പട ജാഥ ആൾക്കാര്. ഞങ്ങളുടെ ജാഥയുടെ ഇടയിലേക്ക് കയറി. പിന്നെ ഓഹ് പടപടാന്നൊരു മരം അത് വേഗം ഷൂട്ട് ഓടി. ചെയ്ത് പിന്നെ ഞങ്ങൾ ഓടി. അര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കേണ്ടത് 5 മിനിറ്റ് തീർത്ത് ബാക്കപ്പ് വൃത്തിക്ക് കിട്ടി വായത്തിന്. ഇനി പല ഫിലിംസിലും ആക്ടേഴ്സ് പറയാറുണ്ട്, ഞങ്ങളുടെ കോസ്റ്റ്യൂമിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴും കോസ്റ്റ്യൂമിൽ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ വേണ്ടി കടയിലോട്ട് പോകുന്ന സമയത്ത് അവർ പറഞ്ഞ് ഇപ്പോൾ ഒരു പിച്ചക്കാരിയുടെ വേഷമാണ് ചെയ്യണമെന്ന് വെച്ചോ, അപ്പോൾ അത് നമ്മളൊരു കടയിലോട്ട് കയറി ചെന്ന് അവർ ഇറക്കിങ് വിടുകയാണ് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്. ഞാൻ കൊറേ എൻ്റെ അടുത്ത് അപ്പൂപ്പൻ, ഞാനൊരു ഫോട്ടോ ഉണ്ട്, അത് തപ്പിപ്പിടിച്ച ഒരു കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഇരിക്കണം. അപ്പോൾ ഇവര് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ആക്ച്വലി, പക്ഷെ എന്നാലും ഇവര് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ എന്നെ മൊത്തം നോക്കിയിട്ട് സാരില്ല അത് മാറിക്കോളൂട്ടോ. കാരണം അതൊക്കെ പിന്നെ ഞാൻ പോകുമ്പോ എല്ലാവരും എന്നെ നോക്കുന്നതും തമിഴ്നാട് കോയമ്പത്തൂർ ഷൂട്ടുണ്ടേ കുറച്ചാള്, അപ്പൊ അവിടെ എന്നെ അറിയില്ലല്ലായിരിക്കും. അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുമ്പോ ഞാൻ കടയിലൊക്കെ ഇങ്ങനെ പോയി ചെന്ന് മേടിക്കുമ്പോ എല്ലാരും ഇങ്ങനെ നോക്കും, പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ അവര് കണ്ടുപെട്ടിക്കും. അതുണ്ട്. കുഞ്ഞു കണ്ടായിരുന്നോ ഫിലിം? അൻവിക്ക് അത് ഫേസ് പെയിന്റാന്ന് വെച്ചിരിക്കണേ, അവൾക്ക് ഫേസ് പെയിന്റിങ് ഇഷ്ടമാണ്. അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞു ഫേസ് പെയിന്റ് ചെയ്യാണ്, വീഡിയോ കാണിച്ചു കൊടുക്കായിരുന്നു. ചെയ്യണ സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത്. പിന്നെ എന്നെ ഇടിച്ചപ്പോഴാണ് അവൾക്ക് സങ്കടമായത്, ബാക്കി ഓക്കെ ആയിരുന്നു. ഓക്കെ ശരി. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ റിയൽ ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫിലിമാണിത്. കാരണം എനിക്കറിയില്ല, ഇനി ഇപ്പൊ റിലീസായി ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ നിങ്ങൾ കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രമാത്രം എല്ലാവരും പെർഫോമൻസും അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡ്യൂവേഴ്സ് ഓൾസോ.